ഹായ് വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഷ് ബ്രീഡിംഗ് എന്ന് പറയുന്ന പോർഷനിലെ കുറച്ച് MCQs ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു പോർഷനിൽ നിന്ന് വരാൻ ചാൻസസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്റ്റീവ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഈ പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സെക്ഷൽ മെച്യൂരിറ്റി ഇൻ ഫിഷ് റെഫേഴ്സ് ടു. അപ്പം ഫിഷിലെ സെക്ഷൽ മെച്യൂരിറ്റിയെ റെഫർ ചെയ്യുന്ന എന്താണെന്നാണ്. അപ്പൊ ഓപ്ഷൻ എ പറയുന്നത് ഫോർമേഷൻ ഓഫ് ഫിൻ, ബി പറയുന്നത് ഗൊണാഡൽ മെച്ചുറേഷൻ ആൻഡ് റിലീസ് ഓഫ് ഗാമീറ്റ്, സി പറയുന്നത് ഗ്രോത്ത് ഓഫ് സ്കെയിൽസ്, ഡി പറയുന്നത് ഇൻക്രീസ് ഇൻ ബോഡി സൈസ്. അപ്പൊ സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഗൊണാഡ്സ് മെച്ചുർ ആവണം അല്ലെ? ഗൊണാഡ്സ് മെച്ചുർ ആവുകയും ഗാമീറ്റിനെ റിലീസ് ചെയ്യാൻ തുടങ്ങുക ചെയ്യുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഓർഗാനിസം ആയാലും അതാണ് അല്ലെ? അപ്പൊ നമുക്ക് അറിയാം ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ജനറൽ വിച്ച് സെക്സ് മെച്ചേഴ്സ് ഏർലിയർ ഇൻ ഫിഷ്. അപ്പം ഫിഷിന്റെ കേസിൽ മെയിൽസ് ആണ് ആദ്യം മെച്ചർ ആവുന്നത് കേട്ടോ. അപ്പൊ ഫിഷിന്റെ കേസസിൽ മെയിൽസ് ആണ് ഫസ്റ്റ് മെച്ചർ ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഫീമെയിൽ ഉണ്ട്, മെയിൽ ഉണ്ട്, ബോത്ത് സൈമിൾട്ടേനിയസ്ലി രണ്ടും ഒരേ സമയത്തൊന്നുണ്ട്, ഡിപ്പെൻസ് ഓൺ സ്പീഷീസ് ഓൺലി എന്നും ഉണ്ട്. അപ്പൊ ഇതില് ജനറലി നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത്, അതിന് ഒരുപാട് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ജനറലി പറയുമ്പോൾ മെയിലാണ് ആദ്യം ആദ്യം ഉണ്ടാവുന്നത്, സെക്ഷലി മെച്ചർ ആവുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ മേജർ കാർപ്സ് നോർമലി ബ്രീഡ് ഡ്യൂറിങ്. അപ്പം കാർപ്സിന്റെ ഒരു ബ്രീഡിംഗ് സീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ പറയുന്നത് വിന്റർ, സമ്മർ, സൗത്ത് വെസ്റ്റ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പൊ ഇവിടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് ആൻസർ. അപ്പൊ ഇന്ത്യൻ മേജർ കാർപ്സ് നോർമലി ബ്രീഡ് ചെയ്യുന്നത് ഏത് സീസണിലാണ്? സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ സീസണിലാണ്. അടുത്ത് ബൺസ് ആർ യൂസ്ഡ് മെയിൻലി ടു. അപ്പൊ ബൺസ് എന്ന് പറയുന്ന നിർമ്മിതി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ പറയുന്നത് സ്റ്റോർ ഫിഷ് ഫീഡ്, ഫിഷിന്റെ ഫീഡിനെ സ്റ്റോർ ചെയ്യാനെന്നാണ്. ഓപ്ഷൻ ബി പറയുന്നത് സിമുലേറ്റ് റിവറൈൻ കണ്ടീഷൻ. അതായത് റിവറൈൻ നമ്മളിപ്പോ അക്വാകൾച്ചർ ചെയ്യുകയാണല്ലേ? അപ്പൊ അക്വാകൾച്ചർ ചെയ്യുന്ന സമയത്ത് ഒരു ഫിഷിന് ഒരു റിവറൈൻ കണ്ടീഷൻ, ഒരു നാച്ചുറൽ കണ്ടീഷൻ അതിന് ഫീൽ ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബണ്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. സി പറയുന്നത് എന്താണ്? പ്രിഡേറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാനാണെന്നാണ്. ഡി പറയുന്നത് ഡ്രൈ ഫിഷിനെ ഡ്രൈ ചെയ്യാനാണെന്ന് ആണ് പറയുന്നത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ടു സിമുലേറ്റ് റിവറൈൻ കണ്ടീഷൻ. അപ്പൊ റിവറൈൻ കണ്ടീഷൻ സിമുലേറ്റ് ചെയ്യാനാണ് ബൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൈപ്പോഫൈസേഷൻ. ഹൈപ്പോഫൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ്? റിമൂവൽ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ബി എന്താണ്? ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് യൂസിങ് പിറ്റ്യൂട്ടറി എക്സ്ട്രാക്ട്, സി പറയുന്നത് നാച്ചുറൽ സ്പോണിംഗ്, ഡി പറയുന്നത് ഹോർമോൺ ഡീഗ്രഡേഷൻ. ഇതിലെ ഹൈപ്പോഫൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്മള് പിറ്റ്യൂട്ടറിയുടെ അതായത് ഫിഷിന്റെ പിറ്റ്യൂട്ടറി എക്സ്ട്രാക്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രീഡിങ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ഫിഷിൽ ബ്രീഡിങ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ഇൻഡ്യൂസ് നമ്മൾ പലപ്പോഴും അക്വാകൾച്ചർ ചെയ്യുന്ന സമയത്ത് എന്താണ് നാച്ചുറൽ ബ്രീഡിങ്ങിനെക്കാളും പ്രിഫർ ചെയ്യുന്നത് ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ് പോലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതായത് ഒരു സമയത്ത് നമുക്ക് സിൻക്രോണസ് ആയിട്ട് ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിറ്റ്യൂട്ടറി എക്സ്ട്രാക്റ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പിറ്റ്യൂട്ടറി എക്സ്ട്രാക്റ്റിനെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് നടത്തുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പോഫൈസേഷൻ എന്ന് പറയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഗ്ലാൻഡ് റിലീസ് ഗൊണാഡോട്രോപ്പിൻ ഇൻ ഫിഷ്. ഫിഷിലെ ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? തൈറോയിഡ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ. അപ്പൊ ഇതിൽ നമ്മൾ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പിറ്റ്യൂട്ടറി ആണ് എന്ത് ചെയ്യുന്നത്? ഗൊണാഡോട്രോപ്പിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ ഇതാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്യൂരിഫൈഡ് ഗൊണാഡോട്രോപ്പിൻ ഈസ്. അപ്പം മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്യൂരിഫൈഡ് ഗൊണാഡോട്രോപ്പിൻ ഏതാണ്? HCG ആണ്. ഓക്കെ, HCG ആണ് നമ്മൾ എന്താണ് പ്യൂരിഫൈഡ് ഫോമില് ഗൊണാഡോട്രോഫിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ ഇസ് ജനറലി ഗിവൺ. അതായത് ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ നമ്മൾ ഫിഷില് എവിടെയാണ് കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എവിടെയാണ് കൊടുക്കുന്നത്? ഓപ്ഷൻ എ പറയുന്നത് അറ്റ് കോഡൽ പെഡങ്കിൾ.
കോഡൽ പെഡങ്കിളിലാണ് കൊടുക്കുന്നത്. ബി പറയുന്നത് നിയർ ഐ, ഐയുടെ അടുത്താണ്. സി പറയുന്നത് മൗത്ത് ക്യാവിറ്റി. ഡി പറയുന്നത് ഓപ്പർക്കുലം. അപ്പൊ ഇൻട്രാ മസ്കുലാർ ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്? കോഡൽ പെഡങ്കിളിലാണ് നമ്മൾ ആ ഇഞ്ചക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ 9th ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ട്രിഗേഴ്സ് റിലീസ് ഓഫ് GnRH, അതായത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആണ് GnRH ഫ്രം ഹൈപ്പോതലാമസ്. അപ്പൊ ഗൊണാഡോട്രോപ്പിൻ നമ്മൾ റിലീസ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു? പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. എന്നാൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എവിടെ നിന്നാണ് റിലീസ് ആവുന്നത്? ഹൈപ്പോതലാമസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റിനിൽ നിന്ന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ പഠിക്കുകയാണ് അല്ലെ. ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എവിടെ നിന്നാണ് റിലീസ് ആവുന്നത്? ഹൈപ്പോതലാമസിൽ നിന്നാണ്. അപ്പൊ ഹൈപ്പോതലാമസിൽ നിന്ന് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ആവണമെങ്കിൽ എന്ത് ആണ് വേണ്ടത്? എൻവയോൺമെന്റൽ ക്യൂസ് ആണ് വേണ്ടത്. അതായത് ഇതിന് ഒരു പർട്ടിക്കുലർ സീസണിലാണ് അല്ലെ ഫിഷസ് ബ്രീഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റൽ ക്യൂ കിട്ടിക്കഴിഞ്ഞാലാണ് അവർ എന്ത് ചെയ്യുന്നത്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ്. അങ്ങനെ ഈ ഹോർമോൺ ചെന്നിട്ട് പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? ഗൊണാഡോട്രോപ്പിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ പിറ്റ്യൂട്ടറി ആണ് എന്ത് ചെയ്യുന്നത്? ഗൊണാഡോട്രോപ്പിൻ റിലീസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. LHRHA പ്ലസ് ഡോപ്പമിൻ ആന്റഗോണിസ്റ്റ് മെത്തേഡ് ഇസ് കാൾഡ്. അപ്പൊ LHRHA പ്ലസ് ഡോപ്പമിൻ ആന്റഗോണിസ്റ്റിക് മെത്തേഡ് നമ്മൾ എന്താ പറയുന്നത്? ലിംപി മെത്തേഡ് അല്ലെങ്കിൽ ലിംപ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ലിംപ് മെത്തേഡ്. ഓക്കെ. ഇതൊക്കെ നമ്മൾ ബ്രീഡിങ്ങിന്റെ ക്ലാസ്സസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്താണ് ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ എന്താണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. അപ്പൊ നമുക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഷോ ചെയ്തത്. അപ്പൊ ഓക്കെ, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മറ്റൊരു MCQ ക്ലാസ്സുമായിട്ട്, അതായത് ഈ ഒരു ബ്രീഡിങ്ങിന്റെ തന്നെ മറ്റൊരു പോർഷൻ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ.